ഈ കാണുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിൻ്റെ മാനുവലാണ്. കിയ സൊറൻറ്റോ 2019 കിയ സൊറൻറ്റോയുടെ കൂടെ കിട്ടിയ മാനുവൽ. ഇങ്ങനെ ഒരു ബാഗ് പോലത്തെ സാധനത്തിലാണ് അവർ മാനുവൽ തന്നിരിക്കുന്നത്. ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇതിനകത്ത് ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് എന്തൊക്കെ ക്വിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ എന്തൊക്കെ വേണം എന്നുള്ള രീതിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആൻഡ്രോയിഡ് ഓട്ടോയുടെ ഒരു സാധനം. ഇതാണ് ശരിക്കുള്ള മാനുവൽ. ഇതിനകത്ത് കണ്ടിട്ട് കിയ കമ്പനി എന്തൊക്കെയാണെന്നും ഭയങ്കര വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഡ്രൈവ് സേഫ്ലി ആൻഡ് എൻജോയ് യുവർ കിയ. അങ്ങനെയുണ്ട്. ഈ മാനുവലിൻ്റെ അതൊക്കെ നല്ല ഗ്ലോസി ആയിട്ടുള്ള പേപ്പറുകളാണ്. അതിനകത്ത് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്തുള്ള പേപ്പറുകളുടെ കട്ടി ഒന്ന് നോക്കിക്കേ. ഇത്രയും കാര്യങ്ങൾ ഇവർ വിശദമായിട്ട്, ഇത്രയും വലിയ മാനുവലുള്ള കാറുകൾ വേറെ ബ്രാൻഡിലൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ചിലപ്പോൾ വേറെ കണ്ടേക്കാം, പക്ഷെ എന്നാൽ ഇത്രയും വിശുദ്ധമായിട്ട് എന്തൊക്കെ വാണിംഗ് ഉണ്ട്, എന്തൊക്കെയാണ് എന്നൊക്കെ രീതിയിൽ കൃത്യമായിട്ട് ഇത്രയും കൃത്യമായിട്ടുള്ള മാനുവൽ വേറെ കാണാൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എൻ്റെ അനുഭവത്തിലില്ല. ഞാൻ പല കാറുകളുടെ മാനുവലൊക്കെ നോക്കിയിട്ടുള്ളതാണ്. പക്ഷേ അതിൻ്റെ അതൊന്നും കൃത്യമായിട്ടൊന്നും ഇത്രയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ബൾബ് മാറ്റുന്നതിൻ്റെ വരെ ഡീറ്റെയിൽസ് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇതൊന്നും സാധാരണ കാറുകളിൽ കാണുന്നതല്ല. പിന്നെ ഇതിൻ്റെ ലൈസൻസ് പ്ലേറ്റിൻ്റെ ബൾബ്, പിന്നെ ടെയിൽ ലാമ്പിൻ്റെ റിലേകൾ, ഫ്യൂസുകൾ, അങ്ങനെ ഒത്തിരി ഡീറ്റെയിൽസിനകത്ത്. ഫ്യൂസ് ബോക്സിനകത്ത് എന്തൊക്കെയാണ്. പിന്നെ മെയിൻ്റനൻസിൻ്റെ സെക്ഷനാണിത്. എല്ലാം കണ്ടോ. എൻജിൻ ഓയിലിൻ്റെ സ്റ്റിക്ക് എവിടെയാണ്, പിന്നെ മെയിൻ്റനൻസ് സ്കെഡ്യൂൾ. ഇതാണ് പ്രധാനപ്പെട്ടത്. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്തുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമൽ മെയിൻ്റനൻസ് സ്കെഡ്യൂളുണ്ട്, സിവിയർ മെയിൻ്റനൻസ് സ്കെഡ്യൂളുണ്ട്, സിവിയർ യൂസേജ് ഉണ്ടോ, സിവിയർ യൂസേജ് കണ്ടീഷൻസ്, നോൺ ടർബോ മോഡൽസ്. അതിനകത്ത് എപ്പോൾ ഓയിൽ മാറ്റണമെന്ന് ഇവർ പറയുന്നത്, ഓയിൽ മാറ്റുന്നത് സിവിയർ യൂസേജിൽ 3750 മൈലിൽ മാറ്റണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്ര ഇതിൽ ഓയിൽ മാറ്റിയിരിക്കണം. അതായത് എന്നാ സിവിയർ യൂസേജ് കണ്ടീഷൻ എന്നാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഒരെണ്ണം പറയാം. ഡ്രൈവിംഗ് ഓൺ റഫ്, ഡസ്റ്റി, മഡി, അൺപേവ്ഡ്, ഗ്രാവൽഡ് ഓർ സോൾട്ട് സ്പ്രെഡ് റോഡ്സ്, ഡ്രൈവിംഗ് ഇൻ ഏരിയാസ് യൂസിങ് സോൾട്ട്, അതർ കൊറോസീവ് മെറ്റീരിയൽസ് ഇൻ വെരി കോൾഡ് വെതർ. നല്ല തണുപ്പുള്ള വെതറിൽ കൂടെ ഉപ്പൊക്കെ ഉപയോഗിക്കുന്ന റോഡിൽ കൂടെ ഓടുന്ന കാറുകളിലൊക്കെ സിവിയർ യൂസേജാണ്. അതിന് തന്നെ സമയത്ത് ഓയിൽ മാറ്റണം എന്ന് പറയുന്നുണ്ട്. ഡ്രൈവിംഗ് ഇൻ ഹെവി ഡസ്റ്റ് കണ്ടീഷൻ, ഡ്രൈവിംഗ് ഇൻ ഹെവി ട്രാഫിക് ഏരിയ, ഭയങ്കര ട്രാഫിക്കുള്ള സ്ഥലത്തോടെ ഓടിക്കുക. പിന്നെ ഡ്രൈവിംഗ് ഓവർ, ഇതങ്ങനെ ഓടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇത്രയും സ്പീഡിൽ ഓടിക്കാൻ ഉള്ള സാധാരണ റോഡുകളില്ല. പിന്നെ ഡ്രൈവിംഗ് ആസ് എ പട്രോൾ കാറ്, ടാക്സി, അതർ കൊമേഴ്ഷ്യൽ യൂസ് ഓർ വെഹിക്കിൾ ടോവിങ്ങിനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ, ടോവിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിച്ചുകൊണ്ട് പോവുക, അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ ടോവിങ് ട്രെയിലർ വലിച്ചുകൊണ്ട് പോവുക, അങ്ങനെയുള്ള ഹെവി യൂസേജിന് ഓയിൽ മാറ്റേണ്ടത് 3750 2.4 ലിറ്റർ GDA ആണ് എൻ്റെ കാറിലെ എൻജിൻ. പിന്നെ എയർ ഫിൽറ്റർ ഒക്കെ പെട്ടെന്ന് റീപ്ലേസ് ചെയ്യണം. സ്പാർക്ക് പ്ലഗ് റീപ്ലേസ് ചെയ്യണം മോർ ഫ്രീക്വൻ്റ്ലി. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ് റീപ്ലേസ് ചെയ്യണം എവരി 60,000 മൈലിൽ. പിന്നെ ഇതിനകത്ത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമൽ മെയിൻ്റനൻസ് സ്കെഡ്യൂളാണിത്. അതിനകത്ത് പറയുന്നത് 7500 അല്ലെങ്കിൽ 12 മാസം. ഓക്കെ. സിവിയർ യൂസേജ് വരുമ്പോൾ ഇതിൻ്റെ അകത്ത് 6 മാസം. മറ്റേതായിരുന്നെങ്കിലോ 7000 മൈലും 1 വർഷം ഉണ്ടായിരുന്നു. ഇതിന് പകുതിയായിട്ട് കുറഞ്ഞു. പകുതിയിലെല്ലാം ചെയ്യണം. അപ്പം നമ്മളിത് നോക്കിയിട്ട് ചെയ്യരുത്. ഇത് വലിയൊരു അബദ്ധമായിരിക്കും. 12 മന്തൊക്കെ ഉള്ളത്. ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ അങ്ങനെ പറഞ്ഞേക്കാം, 12 മന്തിൽ മാറ്റിയാൽ മതി, 7500 മൈലിൽ മാറ്റിയാൽ മതി എന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതാണ് മാനുവൽ, മെയിൻ മാനുവൽ. പിന്നെ ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷൻസ് എന്നും പറഞ്ഞ് വേറൊരു ഗൈഡുണ്ട്. പിന്നെ കൺസ്യൂമർ വാറണ്ടി ഇൻഫർമേഷൻ മാനുവൽ എന്ന് പറഞ്ഞ വേറെ മാനുവലുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത്
പവർ ട്രെയിന്, ബ്രേക്ക്, ക്ലച്ച് ലൈനിങ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ ഫ്ലോറിഡ കൺസ്യൂമർ നോട്ടീസ്, ഓരോ സ്റ്റേറ്റുകളിലും അങ്ങനെ എഴുതിയിട്ടുണ്ട്. പല പല സ്റ്റേറ്റുകളിൽ, ഹവായിയിൽ, ജോർജിയയിൽ എങ്ങനെയാണ് കൺസ്യൂമർ, അവിടെ താമസിക്കുന്നവരുടെ അല്ലെങ്കിൽ അവിടെ ബാധകമായിട്ടുള്ള ലോസ്, നിയമങ്ങളൊക്കെ എന്താണ്, മിസൂറി, മോണ്ടാന, ന്യൂജേഴ്സി, അങ്ങനെയുള്ള പല പല സ്ഥലങ്ങളിലെ നിയമങ്ങൾ അല്ലെങ്കിൽ നോട്ടീസുകൾ, ഇതാണിത്. പിന്നെ വേറെ ഉള്ളത് ക്വിക്ക് റെഫറൻസ് ഗൈഡുണ്ട്, മൾട്ടിമീഡിയയുടെ ഉണ്ട്. പിന്നെ മൾട്ടിമീഡിയ സിസ്റ്റത്തിൻ്റെ വേറെ ബുക്ക്, പിന്നെ കാർ മൾട്ടിമീഡിയയുടെ യൂസർ മാനുവൽ വേറെ. മൾട്ടിമീഡിയ എന്ന് വെച്ചാൽ ഇൻഫോർടൈൻമെൻറ്റ് ഡിസ്പ്ലേയുടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്തുണ്ട്. ഇവിടെ നല്ല കാറ്റായതുകൊണ്ട് പേഹുകളൊക്കെ നല്ലപോലെ പറന്നു പോകുന്നുണ്ട്. ഇത് നല്ല കാറ്റുള്ള ദിവസമാണ്. ഇങ്ങനെയാണ് ഈ മാനുവൽ വരുന്നത്. ഒരു കാറിൻ്റെ മാനുവൽ എന്തൊരു സംഭവമാക്കിയിട്ട് ഇവർ ഇറക്കിയിരിക്കുന്നു. നോക്കി, ഇതൊരു മാനുവലിൻ്റെ ഉണ്ടോ, അതിനകത്ത് സാധനം എന്തെങ്കിലുമൊക്കെ സൂക്ഷിച്ച് വെക്കാം, റിസീപ്റ്റോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കാമെന്നുള്ളൂ. പിന്നെ ഇവിടെ കണ്ടില്ല, ഇവിടെ ഒരു പേന വെക്കാനുള്ള ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നത്. പേനയുടെ ഒരു കൊളുത്ത് പോലെ ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ മാനുവൽ, കീഴക്കാരുടെ മാനുവൽ. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ മാനുവലിൻ്റെ ഈ കവർ ഉണ്ടാക്കിയിരിക്കുന്നത് വിയറ്റ്നാമിലാണ്. കണ്ടോ, മെയ്ഡ് ഇൻ വിയറ്റ്നാം. ഇത് പ്രിൻ്റ് ചെയ്തേക്കണ എവിടെയാണെന്ന് കണ്ടില്ല, എനിക്കറിയില്ല. ഈ കവർ വാങ്ങിച്ചിരിക്കുന്നത് ഇവർ സോഴ്സ് ചെയ്തിരിക്കുന്നത് വിയറ്റ്നാമിൽ നിന്നാണ്. ഇത് നല്ലതാണ്ടോ, ഒരു ക്ലച്ച് പോലത്തെ ഒരു മാഗ്നറ്റിക് കാറിൽ ഇവരെത്രയും നല്ല വൃത്തിയായിട്ടൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. കാറിൻ്റെ ക്വാളിറ്റിയൊക്കെ വേറെ ആയിരിക്കും, പക്ഷേ ഈ കാര്യത്തിൽ ക്വാളിറ്റി, അത് എൻജിൻ്റെ കാര്യവും അങ്ങനെയുള്ള മൊത്തത്തിലുള്ള ക്വാളിറ്റി വേറെയാണെങ്കിലും ഇതിൻ്റെ ക്വാളിറ്റിയിൽ 5 സ്റ്റാർ ക്വാളിറ്റിയാണ് ഇതിനുള്ളത്.